ആഗ്രഹങ്ങൾക്ക് പ്രായം ഒരു തടസ്സമായില്ല. വർഷങ്ങൾക്ക് ശേഷം 35 വീട്ടമ്മമാരുടെ മോഹം ചിലങ്കയണിഞ്ഞു. ഷൊർണൂർ മാനസ കൾച്ചറൽ ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് വീട്ടമ്മമാർക്കായി സൗജന്യ നൃത്ത പരിശീലനം നൽകിയത്. 20 വർഷങ്ങൾക്ക് മുൻപ് ഭരതനാട്യം അരങ്ങേറ്റം നടത്തിയ യുവതികൾക്ക് പിന്നീട് കല്യാണശേഷവും മറ്റു സാഹചര്യങ്ങൾ കൊണ്ടും ഭരതനാട്യം വേദികളിൽ അവതരിപ്പിക്കാൻ കഴിയാതെ പോയി. ആഗ്രഹപ്പുറത്ത് ഭരതനാട്യം അരങ്ങേറ്റം നടത്തിയ യുവതികൾ വീട്ടമ്മമാരായതോടെ എല്ലാവരും ചിലങ്ക അഴിച്ചുവെച്ചതിന്റെ സങ്കടമായിരുന്നു ഇന്നലെ വേദിയിൽ ചുവടുവെച്ചത്. ഷൊർണൂർ മാനസ കൾച്ചറൽ ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് വീട്ടമ്മമാർക്കായി സൗജന്യ നൃത്ത പരിശീലനം നൽകിയത്. 35 പേർ പരിശീലനത്തിന് വീണ്ടും ചിലങ്കയണിയാനുള്ള ആഗ്രഹത്തിലെത്തി പരിശീലനം പൂർത്തിയാക്കി. ആഴ്ചയിൽ 2 ദിവസങ്ങളിലായി മണികണ്ഠൻ മാനസയുടെ നേതൃത്വത്തിലായിരുന്നു പരിശീലനം. ശേഷമാണ് വിജയദശമി നാളിൽ ഷൊർണൂർ മാനസ കൾച്ചറൽ ട്രസ്റ്റും മാനസ സ്കൂൾ ഓഫ് ഡാൻസും ചേർന്നൊരുക്കിയ അക്ഷരകലാ സാംസ്കാരിക പരിപാടിയിൽ നൃത്തമിട്ടത്. 45 മുതൽ 65 വയസ്സുവരെ പ്രായമുള്ളവരാണ് ഭരതനാട്യം അവതരിപ്പിച്ചത്. റിട്ടയർഡ് AEO ബിന്ദു, റിട്ടയർഡ് പ്രിന്റിംഗ് പ്രസ് സൂപ്രണ്ട് രാധിക, ചീഫ് ഓഫീസ് സൂപ്രണ്ട് തുടങ്ങിയ വിവിധ മേഖലയിലുള്ളവരും പരിപാടിയിൽ ഭാഗമായി. മലബാർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് MR മുരളി പരിപാടി ഉദ്ഘാടനം ചെയ്തു. വനിതാ സാഹിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സന്ധ്യ മുഖ്യപ്രഭാഷണം നടത്തി. ട്രസ്റ്റ് ചെയർമാൻ മണികണ്ഠൻ മാനസ, സെക്രട്ടറി അലി പള്ളം, M നാരായണൻ, ശ്രീജ ഹരിദാസ് എന്നിവർ സംസാരിച്ചു. ചേട്ടാ ഒരു ചായ. സൂപ്പർ ഫാസ്റ്റ് ആണല്ലോ. ഇതെന്താ കേരള വിഷൻ വൈഫൈയാ? ഫാസ്റ്റ് ഒക്കെ തന്നെ, പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ്. ചായ ഫ്രീ അല്ല, കാശട് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ. ഫ്രീ ആയി കണക്ട് ആവൂ.